ഹായ് മക്കളെ. ഹായ് മക്കൾ. അപ്പൊ നാളെ നമ്മുടെ എക്സാം ആണ്, പബ്ലിക് ലാസ്റ്റ് എക്സാം ആണ്. അപ്പൊ എല്ലാവർക്കും ആദ്യമേ ഒരു ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. അതല്ല ഇവന്മാര് പഠിച്ചൊന്നും കാണൂല അല്ല. ഇപ്പൊ നമ്മൾ എത്ര പഠിച്ചാലും കുറെ പേര് ഇങ്ങനെ വെറുതെ ആയിരിക്കും. അപ്പൊ ഒന്നും പഠിക്കാതെ ഇരുന്ന പാസ്സാവൊന്നുമില്ല. അത് വേറെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പൊ ഒന്നും പഠിക്കാത്തവർക്കായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളൊന്നും നിങ്ങൾ ഭയങ്കര ലെവലൊന്നും പ്രതീക്ഷിക്കരുത്. വളരെ നോർമൽ ചാപ്റ്റേഴ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരിക്കലും മിസ്സാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ്. ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ നിർബന്ധമായിട്ട് എല്ലാവരും നോക്കണം. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനെയും ആൻസർ കിട്ടുന്നുണ്ടോ? അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുവാണോ? നമ്മളെ തന്നെ ക്വസ്റ്റിനെ കൊടുത്തേക്കുന്നത് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ എഴുതി വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതും അവിടെ കാണാതെ ഒന്നും പഠിക്കാത്തവർക്കായി എന്ന് പറഞ്ഞാൽ അതും വെറുതെ ആയിരിക്കും. മോനെ സുനാപ്പിളി എന്തെങ്കിലും ഞാൻ നിക്കി തരൂലേ. ഫസ്റ്റ് ഇതുപോലത്തെ ഒരു ചോദ്യം ഉണ്ടാവും. എ യൂണിയൻ എ കോംപ്ലിമെന്റ്, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്, അതുപോലത്തെ സാധനം. അത് മറ്റേ ഒരു എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 5. അത് നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്ത് വെച്ച് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. പിന്നെ ഇത് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഡിമോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ. ഒരു വെരിഫിക്കേഷൻ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ തിരിച്ച് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഈ സൈഡ് എടുത്ത് ചെയ്യുക, ആ സൈഡ് എടുത്ത് ചെയ്യുക, ഈക്വൽ ആണെന്ന് കാണിക്കുക. അപ്പൊ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോയാൽ മതി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഗ്രാഫ് വരയ്ക്കാൻ ഏതെങ്കിലും ഒന്ന് ചോദിക്കും. സാധാരണ ഈ മോഡ് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. X+1 X-1 മോഡ് എക്സോ ചോദിക്കാം. പാറ്റേൺ ഒക്കെ മാറ്റുകയാണെങ്കിൽ എങ്ങനെയും ചോദ്യം വരെ നോർമൽ ആയിട്ടുള്ള ഒരു എന്നിട്ട് ഗ്രാഫിന്റെ അകത്ത് നിന്നും ഇവിടെ കുത്തി സാധനം പോകും. എന്നിട്ട് അവിടുന്ന് ഡൊമൈൻ റേഞ്ച് ഞാൻ പറയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാഫുകൾ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. എക്സ് സ്ക്വയർ അതൊക്കെ ചോദിക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പോസ് ചെയ്തു എന്നിട്ട് ഡൊമൈൻ 6. ഓക്കെ അല്ലേ? അടുത്തത് ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് കുറെ ചോദിച്ചിട്ടുള്ള ട്രിഗണോമെട്രി എന്നുള്ള ഒരു ചോദ്യം. അതായത് ഇതല്ലെങ്കിൽ ഈ ടൈപ്പിൽ വരുന്ന ഒരു ചോദ്യം എന്തായാലും ഉറപ്പാണ്. എല്ലാ എക്സാമിനും ട്രിഗണോമെട്രി ഈ ടൈപ്പ് സാധനങ്ങൾ വരാം. അപ്പൊ ഇതിന്റെ 4 ഇക്വേഷൻസ് എന്തായാലും പഠിച്ചു വെക്കുക. ഇത് കോസ് പ്ലസ് കോസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ 2 കോസും കോസും രണ്ടും കോസ് വരുന്ന ഇക്വേഷൻ, സൈൻ മൈനസ്. അപ്പൊ 2 സൈനും കോസും, 2 കോസും സൈനും. അപ്പൊ ഇക്വേഷൻ ഡയറക്റ്റ് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. ചെയ്ത് നോക്കണം, നിർബന്ധമാണ്. ഓക്കെ അല്ലേ? അടുത്തത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? കോൺജുഗേറ്റ് എടുക്കുക, അതിന്റെ മോഡുലസിന്റെ സ്ക്വയർ കൊണ്ട്, മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ കൃത്യമായിട്ട് ചെയ്തേക്കുക. ഓക്കെ. ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ലീനിയർ ഇൻഇക്വാലിറ്റി എന്നൊരു ചോദ്യം. അപ്പൊ ഇത് ചിലപ്പോൾ വലുതായിട്ടായിരിക്കും വരിക. ഇൻഇക്വാലിറ്റി സോൾവ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാനുണ്ടാവും. അതും ചിലപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഈ 3 ഉള്ളിലേക്ക് കൊടുക്കുക, 5 ഉള്ളിലേക്ക് കൊടുക്കുക, ക്രോസ് ചെയ്യുക, എന്നിട്ട് എക്സുകളെല്ലാം പെരുക്കി ഒരു സ്ഥലത്താക്കുക, നമ്പറുകളെല്ലാം പെരുക്കി ഒരു സ്ഥലത്താക്കുക. അത്ര ഉള്ള പരിപാടി. ഓക്കെ അല്ലേ? എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യം. ഇതും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ മക്കളുടെ അടുത്തേക്ക് പോവാൻ. അടുത്തത് എന്താണ്? നമ്പർ ഓഫ് ടേംസും എക്സ്പാൻഷൻ. 4. അപ്പൊ 5 ടേംസ് ഉണ്ടാവും. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുക അല്ലെ? മൈനസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓൾട്ടർനേറ്റീവ് ആയിട്ട് സൈൻ മാറ്റണ കാര്യം ശ്രദ്ധിച്ചോളണം. വളരെ ഇമ്പോർട്ടന്റ്. ഇത് കുറച്ച് ചോദിച്ചിട്ടുള്ളതാണ്, പക്ഷെ കുറച്ച് നാളായിട്ട് ചോദിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഇത്. 7 വരെ ഏതും വേണേ വരാം. 3+3 33 333 അങ്ങനത്തെ സാധനം. 5 അതൊക്കെ ചോദിക്കാം. എല്ലാം ചെയ്യേണ്ടത് ഒറ്റ രീതിയിൽ. ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചെയ്ത് നോക്കുക, നിർബന്ധമായിട്ടും ചെയ്തു നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ആ ഇക്വേഷനും സ്ലോപ്പും ആണ് തന്നിരിക്കുന്നത്. y-y1 ഈക്വൽ ടു m × x - x1. ഇത് വെച്ച് ചെയ്യുക. സ്ലോപ്പും കൊടുത്ത് ചെയ്താൽ മതി. ഇതിൽ തന്നെ ചിലപ്പോ ഇതിന് പെർപെൻഡിക്കുലർ ആയുള്ള വേറൊരു ലൈൻ തരും. സ്ലോപ്പിന്റെ ഒക്കെ കണ്ടീഷൻ അറിഞ്ഞിരിക്കുക. പിന്നെ എക്സ് ഇന്റർസെപ്റ്റ് വെച്ചുള്ള സാധനങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് വെച്ചുള്ള നന്നായി പോലും ഈ ഇക്വേഷൻ വെച്ച് എല്ലാ ക്വസ്റ്റ്യനുകളും ഏതും ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കണം, ഈ സ്ട്രെയിറ്റ് ലൈനുള്ള ക്വസ്റ്റ്യൻ നല്ലതുപോലെ വായിച്ചിട്ട് ആൻസർ ചെയ്തുക. സിമ്പിൾ ആയിരിക്കും, പക്ഷെ നിങ്ങൾ നല്ലതുപോലെ വായിച്ച് ആൻസർ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ? പിന്നെ 2 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒന്നുകിൽ എലിപ്സും പരാബോളയും, അല്ലെങ്കിൽ പരാബോളയും ഹൈപ്പർബോളയും, എലിപ്സും ഹൈപ്പർബോളയും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 7 മാർക്കിനാണ് കോണിക്കുന്നുണ്ടാവും. ജസ്റ്റ് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് 2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിന്റെ അകത്ത് ഒരെണ്ണം എലിപ്സ് ആയിരിക്കും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യം മോഡൽ എലിപ്സ് അത്യാവശ്യം നല്ലൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്.
എ സ്ക്വയറും ബി സ്ക്വയറും സിയും ഒക്കെ കണ്ടെത്തിയിട്ട് കറക്റ്റ് നിങ്ങൾ ഫോക്കസ് ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? പിന്നെ ഇതിങ്ങനെ ഡയറക്റ്റ് ഫോമിലല്ലാതെ മാറി തിരിഞ്ഞാൽ കിടക്കും. അപ്പോ അതും നോക്കിക്കോളാം. നമ്പർ ഏതാണ് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി. ഓക്കെ അല്ലേ? പിന്നെ ഇതേതാണ്? റൈറ്റ് 07 -166 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പൊ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിന്റെ ഓരോ ലെങ്ത്തുകൾ ABC AC കണ്ടുപിടിക്കുക. കണ്ടെത്തുക. എന്നിട്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ. അതായത് വലുതായിരിക്കും അതിൽ ഹൈപ്പോട്ടന്യൂസ് ഉണ്ടാവും. അതിന്റെ സ്ക്വയർ ബാക്കിയുള്ള രണ്ട് സൈഡിന്റെ സ്ക്വയേഴ്സിന്റെ എല്ലാത്തിന്റെയും സ്ക്വയർ എടുക്കുക. രണ്ടെണ്ണം ആഡ് ചെയ്താൽ മറ്റത് കിട്ടുന്നുണ്ടോ നോക്കുക. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? ഐസോസിലസ് ആണോന്ന് ചോദിക്കാം. പിന്നെ പാരലോഗ്രാം ഒക്കെ ആണെന്ന് ചോദിക്കാം. അപ്പൊ വെറുതെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി തന്നെ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളും തോന്നരുത്. നിങ്ങൾക്കൊരു കണക്ഷൻ ഇട്ട് തരുവാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. നിർബന്ധമായിട്ടും ചെയ്ത് നോക്കണം കേട്ടല്ലോ. ഓക്കെ, അടുത്തത് ഇനി രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് റൂളും ഒരു കോഷ്യൻ റൂളും. പ്രൊഡക്റ്റ് റൂൾ ഒക്കെ ആണെങ്കിൽ ഇക്വേഷൻ വെറുതെ ഒന്ന് എഴുതിയേക്കല്ലേ. യു ഡാഷ് ആണെങ്കിൽ യു വി ഡാഷ് പ്ലസ് വി ഇൻടു ഡു. ഐ ഫസ്റ്റോ സെക്കൻഡോ വെച്ച് ഇഷ്ടമുള്ള പോലെ പഠിക്കാം. ഇതുകൂടി യു ബൈ വി ഡാഷ് ഓക്കെ അല്ലേ? രണ്ടും അത് തന്നെ. നിങ്ങൾക്ക് ഡെറിവേറ്റീവുകൾ സംശയം ഉണ്ടെങ്കിൽ ഓരോന്നിന്റെയും ഡെറിവേറ്റീവ് സൈഡിലെടുത്ത് എഴുതി വെച്ചോ, എന്നിട്ട് ചെയ്താൽ മതി. തെറ്റിക്കരുത്. ഓക്കെ അല്ലേ? അടുത്തത് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ്. ഇതാണ് കുറേ നാളായിട്ട് ചോദിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ മാത്രം മീൻ ഡീവിയേഷൻ അബൌട്ട് മീനോ മീഡിയനോ ചോദിക്കും. മീന് ചോദിച്ചു. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മാർക്കിനോ 2 മാർക്കിനോ ഒരു നിങ്ങൾക്ക് ഫ്രീക്വൻസി ഇല്ലാത്ത ഡാറ്റ വേറെ കോമേറ്റ് എഴുതി തന്നെ സാധനം ഉണ്ടാവും കേട്ടല്ലോ. അപ്പൊ ഇത് എന്തായാലും പഠിക്കുക. എന്താണ് പഠിച്ചു നോക്കണം. 2 ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്ത് ചെയ്യാറുള്ളത് അത് മതി. ഇത് പിന്നെ പറയുന്ന പോലെ ഇത് കണ്ടാ ചെയ്യാൻ തോന്നും. ഞാൻ മറ്റേ എക്സാമിന് വരുമ്പോ ചെയ്തോളാം എന്നൊരു എന്തിലിരിക്കരുത്. ഒന്ന് ചെയ്ത് നോക്കുക. ആ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് ഒന്ന് കുത്തി ഒന്ന് ആൻസർ കണ്ടുപിടിച്ച് കൃത്യമായിട്ട് നോക്കുക. മൊത്തം തെറ്റും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത് പ്രോബബിലിറ്റി എന്നുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ. P of E, P of F തന്നിട്ടുണ്ട്. P of E and F തന്നിട്ടുണ്ട്. ഓക്കെ, P of E or F ആണ്. E or F എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. യൂണിയൻ ആണല്ലോ. അപ്പൊ യൂണിയൻ F ഈക്വൽ ടു ഇക്വേഷനും പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. F മൈനസ് ഇന്റർസെക്ഷൻ F എല്ലാം തന്നിട്ടുണ്ട്. നേരിട്ട് ചെയ്ത പിന്നെ ഈ കോംപ്ലിമെന്റ് വരുന്നതാണ്. ഡി മോർഗൻസ് ലോ വെച്ച് ആൻഡ് ആവുമ്പോ ഇന്റർസെക്ഷൻ ആയി F കോംപ്ലിമെന്റ്. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ ഡിമോർഗൻസ് ലോ പഠിച്ചു. ഈ യൂണിയൻ എഫ് കോംപ്ലിമെന്റ് പിന്നെ 1 മൈനസ് അത് വെച്ച് ചെയ്തോളാം. പ്രോബബിലിറ്റി കാണുമ്പോൾ 1 മൈനസ് യൂണിയൻ എഫിന്റെ പ്രോബബിലിറ്റി ചെയ്താൽ മതി. അപ്പൊ ഇത് യൂണിയൻ എഫ് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കുക. 14 ചാപ്റ്ററിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ വൈകിട്ട് ലൈവ് ഉണ്ട്. ലൈവിന് നിർബന്ധമായിട്ട് വരിക. നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. എല്ലാരും വരിക. നമുക്ക് തകർത്തടിച്ച് അങ്ങോട്ട് തീർക്കാം അല്ലേ? അപ്പൊ പിന്നെയും ഓൾ ദ ബെസ്റ്റ്.